ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ റിയൽമിയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമിയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 7000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി C61 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. വളരെ ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. HD റെസൊല്യൂഷനും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചൊക്കെയാണ് ഇതിൽ വരുന്നത്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂണി SoC T612 എന്ന പ്രോസസർ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഒന്നും വരുന്നില്ല. 7000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇതേ ഫീച്ചേഴ്സുമായിട്ട് റിയൽമി നാർസോ N61 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പക്ഷേ വില ഇപ്പോഴത്തതിൽ 7200 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് കാണിക്കുന്നത്. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടിയൊക്കെ കൂട്ടാം എന്നുണ്ടെങ്കിൽ 7700 അതുപോലെ തന്നെ 7850 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി നാർസോ N63 അതുപോലെ തന്നെ C63 എന്നീ ഫോണിൽ വരുന്നുണ്ട്. അപ്പം സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. സെയിം പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും എടുത്തിട്ടുണ്ട്. പിന്നെ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാവുന്നതാണ്. C63 എന്നുള്ള സ്മാർട്ട് ഫോൺ 7850 രൂപ പ്രൈസ് റേഞ്ചിലും നാർസോ N63 എന്നുള്ള സ്മാർട്ട് ഫോൺ 7700 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും അവൈലബിൾ ആണ്. ഇനി ബഡ്ജറ്റ് കൂട്ടാം. അതുപോലെ തന്നെ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണം. 5G അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ 10000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 10 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. കുറച്ച് പഴയ ഫോണാണ്. എന്നാലും ഇതിൽ 10000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ 6.4 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈൻ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള MediaTekന്റെ Helio G99 എന്നുള്ള പ്രോസസർ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെയാണ് ഇതിൽ വരുന്നത്. 10000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് റിയൽമിയുടെ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 10600 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി C67 5G എന്ന ഫോൺ വരുന്നുണ്ട്. ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. പക്ഷേ AMOLED ഡിസ്പ്ലേ അല്ല. പഞ്ചോൾ ഡിസൈനും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. MediaTek Dimensity 6100 പ്ലസ് എന്ന പ്രോസസറാണ് വരുന്നത്. 50+ 2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 10600 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 14000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി നാർസോ 70യും അതുപോലെ തന്നെ 14400 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി P1 വരുന്നുണ്ട്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണിൽ തന്നെയാണ്. അപ്പം ഈ ഒരു ഫോണിലോട്ട് വരുമ്പോൾ നമുക്ക് AMOLED ഡിസ്പ്ലേ എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 7050 എന്ന പ്രോസസറും ഇതിൽ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 16000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 12+ വരുന്നുണ്ട്. അതിൽ ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. സെയിം ആയിട്ടുള്ള പ്രോസസ്സറാണ് വരുന്നത്. പക്ഷേ ക്യാമറയിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ടും വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 16000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ക്യാമറ എല്ലാം ഇമ്പോർട്ടന്റ്, നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പെർഫോമൻസ് ആണ് ഇമ്പോർട്ടന്റ് എന്നുണ്ടെങ്കിൽ ഇതിന് പകരം റിയൽമി നാർസോ 70 ടർബോ അതുപോലെ തന്നെ റിയൽമി P1 സ്പീഡ് എന്നീ ഫോണുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. അപ്പം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ 5000 mAh ബാറ്ററി 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ തന്നെയാണ് വരുന്നത്. 50+ 2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുള്ളൂ. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ വരുന്നില്ല. പിന്നെ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം MediaTek Dimensity 7050 എന്ന പ്രോസസറിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 7300 എനർജി എന്നുള്ള പ്രോസസർ വരുന്നുണ്ട്. അപ്പം പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കാം, അല്ല ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി 12+ നോക്കാവുന്നതാണ്. എന്തായാലും റിയൽമി P1 സ്പീഡ് എന്നുള്ള സ്മാർട്ട് ഫോൺ 16650 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. റിയൽമി നാർസോ 70 ടർബോ എന്നുള്ള സ്മാർട്ട് ഫോൺ 17000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ ഭാഗത്ത് നിന്ന് കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി P1 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 17600 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ വരുന്നുണ്ട്. ഇതിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസറാണ് വരുന്നത്. 50+ 8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും
16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്, 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 17,600 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇനി ബഡ്ജറ്റ് കൂട്ടാം. അതുപോലെ തന്നെ കേർവ്ഡ് ഡിസ്പ്ലേയുടെ കൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പും കൂടി വേണമെന്നുണ്ടെങ്കിൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 12 Pro കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്, സെയിം ആയിട്ടുള്ള പ്രോസസ്സറാണ് വരുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് എക്സ്ട്രാ 32 മെഗാ പിക്സലിൽ ഒരു ടെലിഫോട്ടോ ലെൻസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പം ഈ രണ്ട് ഫീച്ചേഴ്സ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 12 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കൂടി നിങ്ങൾക്ക് വേണം, അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പും കൂടി വേണമെന്നുണ്ടെങ്കിൽ റിയൽമി 12 Pro Plus എന്ന സ്മാർട്ട് ഫോൺ 24,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു 64 മെഗാ പിക്സൽ പെരിസ്കോപ്പ് ലെൻസ് ക്യാമറയിൽ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ബാക്കി സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ബാറ്ററി സെറ്റപ്പ് ഒക്കെ തന്നെയാണ് ഈ ഫോണിൽ വരുന്നത്. അപ്പം 24,500 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 12 Pro Plusഉം കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതേ പ്രോസസ്സറുമായിട്ട് വരുന്ന കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. 20,900 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി P2 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സും സെയിം പ്രോസസ്സറും ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ക്യാമറയുടെ കാര്യത്തിൽ 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയെ വരുന്നുള്ളൂ. അപ്പം ഇതിൽ പെരിസ്കോപ്പ് ലെൻസ് ഒക്കെ മിസ്സിംഗ് ആണ്. അപ്പോൾ ക്യാമറ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ 24,500 രൂപ മുടക്കാതെ നിങ്ങൾക്ക് 20,900 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി P2 Pro നോക്കാവുന്നതാണ്. പിന്നെ ഇതിൽ 5200 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. പിന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് റിയൽമി 13 Pro എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. പക്ഷേ അതിൽ നമുക്ക് 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടേ കിട്ടുന്നുള്ളൂ. വരികയാണെങ്കിൽ 22,600 രൂപ പ്രൈസ് റേഞ്ചിലും വരുന്നുണ്ട്. അപ്പം ഇപ്പോഴത്തതിൽ അത് നോക്കണമെന്നല്ല, പകരം റിയൽമി P2 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ റിയൽമിയുടെ 13 Pro Plus എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇപ്പം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും പ്രോസസ്സറൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ക്യാമറയുടെ കാര്യത്തിൽ 50+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പം ഒരു പെരിസ്കോപ്പ് ലെൻസ് ഒക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് തന്നെയാണ് ഇതിലും വരുന്നത്. ബാക്കി സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് വരുന്നത്. അപ്പം ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ 27,600 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ബഡ്ജറ്റ് കൂട്ടാമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് മെയിനായിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ റിയൽമി GT60 എന്നുള്ള സ്മാർട്ട് ഫോൺ 31,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടെലിഫോട്ടോ ലെൻസോ അല്ലെങ്കിൽ പെരിസ്കോപ്പ് ലെൻസോ ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 31,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 40,900 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി GT6 വരുന്നുണ്ട്. ഇതിൽ ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ നമുക്ക് 50 മെഗാ പിക്സൽ ഒരു ടെലിഫോട്ടോ ലെൻസ് ലഭിക്കുന്നുണ്ട്. സെയിം ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ റിയൽമിയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 57,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി GT7 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8L8 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ വരുന്നുണ്ട്. മികച്ച പെർഫോമൻസ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ, ഡോൾബി വിഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ 50+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയ്ക്കാണ് ഇതിൽ വരുന്നത്. 5800 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 57,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് റിയൽമിയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഓപ്ഷൻസ്. അപ്പം ഇതിൽ ഞാനിതിന് ഫോണിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോണിനാണ് സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.